മഗ്‌രിബിൻ്റെ ഒക്തായിക്കണ്, കയ്യും കാലും തേച്ചേക്ക് വേഗം വീട്ടിൻ്റെ ഉള്ളിൽ കയറിക്കാണ്. ആ വാതിലൊക്കെ ബിസ്മി ചൊല്ലി അടച്ചാണ്. വയസ്സായ വല്യപ്പമാരൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇല്ലേ? വൈകുന്നേരമായി കഴിഞ്ഞാൽ, സൂര്യാസ്തമനത്തിൻ്റെ മഗ്‌രിബിൻ്റെ സമയമായി കഴിഞ്ഞാൽ അവർ പറയും, ചെറിയ കുട്ടികളൊക്കെ വേഗം കയറട്ടെ, വീട്ടിൻ്റെ ഉള്ളിൽ കയറിക്കാണ്, കൈയും കാലൊക്കെ തേച്ചെങ്ങാണ്ട് വേഗം കയറിക്കാണ് വീട്ടിൻ്റെ ഉള്ളിൽ, വാതിൽ ബിസ്മി ചൊല്ലി അടക്കട്ടെ. അവർ പറയുന്നത് കേട്ടില്ലേ? വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാരണവന്മാർ, വയസ്സായ ആളുകൾ ഈ കാര്യം ഉണർത്താറുണ്ട്. അതിന് പിന്നിൽ വല്ല കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം, രാത്രിയിൽ അടിച്ചു വാരുന്നത്, അതുപോലെ പല കാര്യങ്ങളും മറവി ഉണ്ടാക്കുന്നതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന പല കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ പ്രകാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണിത്. വൈകുന്നേരമായി കഴിഞ്ഞാൽ, രാത്രി അടുത്ത് കഴിഞ്ഞാൽ, മഗ്‌രിബ് ആ ടൈം ആവുമ്പോൾ മക്കളൊക്കെ വേഗം വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റണം, വാതിലൊക്കെ ബിസ്മി ചൊല്ലി അടക്കേണ്ടതുണ്ട്. അതെന്താണ്? ആ സമയത്ത് ശൈത്വാൻ്റെ സാന്നിധ്യം കൂടുതലുണ്ടാവും. മക്കളിൽ ശൈത്വാൻ്റെ സാന്നിധ്യം വരികയും പല രോഗങ്ങളും പല പ്രയാസങ്ങളും ഉണ്ടാക്കി തീർക്കും ശൈത്വാന്. അപ്പോൾ അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മക്കളെ വേഗം വീട്ടിനകത്തേക്ക് കയറ്റുക, വാതിലടച്ച് പൂട്ടുക. അതുപോലെ തന്നെ അങ്ങനെ 1-2 നിർദ്ദേശങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ പ്രകാരം തന്നെ അത് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ പല ആളുകൾക്കും വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്നുള്ളതാണ്. ബുഖാരിയിലും മുസ്ലിമിലൊന്നും എല്ലാ കാര്യങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ചില ആളുകൾക്ക് എല്ലാം ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്നൊക്കെ, എല്ലാം ബുഖാരിയിലും മുസ്ലിമിലുണ്ടോ മാത്രം കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്കും ആളുകൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാലും അവർ പറയും ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന്. ഏതായിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതൊരു അന്ധവിശ്വാസമായി തള്ളിക്കളയാൻ വരട്ടെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം സൂക്ഷിക്കുക. പലരും പറയാറുണ്ട്, കുട്ടികൾക്കൊക്കെ പ്രത്യേക രോഗങ്ങളാണ്, അത് എത്ര ചികിത്സിച്ചാലും മാറുന്നില്ല, അങ്ങനെ പലരും പരാതി പറയാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ശൈത്വാനിൻ്റെ ഷർറ് അത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, മക്കളൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ അത്തരത്തിലുള്ള ശൈത്വാൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ മക്കളെ സംരക്ഷിച്ച് നിർത്തുക നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് മക്കളെ വീട്ടിനകത്തേക്ക് കയറ്റുക, ബിസ്മി ചൊല്ലി പറ്റുകയാണെങ്കിൽ ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് തന്നെ വാതിലൊക്കെ അടക്കുക. അപ്പോൾ അത് ഹിഫ്ലിൻ്റെ ഒരു ആയത്തു കൂടെയാണല്ലോ, വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം എന്നൊക്കെ അതിനകത്തുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിഫ്ലിന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിഫ്ല്, സുരക്ഷിതത്വം, നമ്മുടെ മക്കളെയും നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അല്ലാഹു തന്നെ ഹിഫ്ല് പ്രത്യേകം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആയത്തുൽ കുർസി കൂടെ ചൊല്ലിയിട്ട് വാതിലടക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. അല്ലാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.